ഹൈറേഞ്ച് മോട്ടോർ തൊഴിലാളി അസോസിയേഷൻ 52ാമത് വാർഷിക പൊതുയോഗവും സ്വാതന്ത്ര്യദിനാഘോഷവും ഓഗസ്റ്റ് 15 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് കട്ടപ്പന ടൗൺ ഹാളിൽ സംഘടിപ്പിക്കും. വാർഷിക പൊതുയോഗം ഇടുക്കി എംഎൽഎ റോയി കെ പൗലോസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. HMGA 52ാമത് വാർഷിക പൊതുയോഗവും സ്വാതന്ത്ര്യദിനാഘോഷവും 15 രാവിലെ 10 മണി മുതൽ കട്ടപ്പന ടൗൺ ഹാളിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വാർഷിക പൊതുയോഗത്തിന് മുന്നോടിയായി 15 രാവിലെ 8:30 ദേശീയ പതാക ഉയർത്തും. 9 മണിക്ക് HMGA പതാകയും ഉയർത്തും. തുടർന്ന് ഗാന്ധി പ്രതിമ, അമർ ജവാൻ സ്മൃതി മണ്ഡപം, അബ്ദുൽ കലാം സ്മൃതി മണ്ഡപം എന്നിവിടങ്ങളിൽ പുഷ്പാർച്ചന നടത്തും. തുടർന്ന് രാവിലെ 10 മണിക്ക് കട്ടപ്പന ടൗൺ ഹാളിൽ നടക്കുന്ന വാർഷിക പൊതുയോഗത്തിൽ പ്രസിഡന്റ് ബിജു മാധവൻ അധ്യക്ഷത വഹിക്കും. പൊതുയോഗം ഇടുക്കി എംഎൽഎ റോയി കെ പൗലോസ് ഉദ്ഘാടനം ചെയ്യും. കട്ടപ്പന നഗരസഭാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി എൻഡോമെന്റ് വിതരണവും കട്ടപ്പന ഡിവൈഎസ്പി റിജിയം കുന്നിപ്പറമ്പൻ കോംപ്ലിമെന്റ് വിതരണത്തിന്റെയും ഉദ്ഘാടനം നിർവഹിക്കും. ഹൈറേഞ്ച് മോട്ടോർ തൊഴിലാളി അസോസിയേഷന്റെ 52ാമത് വാർഷിക പൊതുയോഗവും സ്വാതന്ത്ര്യദിന ആഘോഷവും 2026 ഓഗസ്റ്റ് 15 തീയതി ശനിയാഴ്ച കട്ടപ്പന ടൗൺ ഹാളിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. രാവിലെ 8:30 ദേശീയ പതാക ഉയർത്തലും 9 മണിക്ക് HMDA ഓഫീസ് അങ്കണത്തിൽ പതാക ഉയർത്തലും നടക്കും. തുടർന്ന് ഗാന്ധി പ്രതിമ, അമർ ജവാൻ സ്മൃതി മണ്ഡപം, അബ്ദുൽ കലാം സ്മൃതി മണ്ഡപം എന്നിവിടങ്ങളിൽ പുഷ്പാർച്ചന നടത്തും. ശേഷം ടൗൺ ഹാളിൽ വെച്ച് 10 മണിക്ക് പൊതുയോഗം ആരംഭിക്കുകയാണ്. ഈ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ഇടുക്കിയുടെ MLA ശ്രീ റോയി കെ പൗലോസ് അവർകളാണ്. കൂടാതെ ഈ പൊതുയോഗത്തിൽ കട്ടപ്പന മുനിസിപ്പൽ ചെയർമാൻ ശ്രീ ജോയി വെട്ടിക്കുഴി എൻഡോമെന്റ് വിതരണം നടത്തുകയും കട്ടപ്പന ഡിവൈഎസ്പി ശ്രീ റെജി കുന്നിപ്പറമ്പൻ അംഗങ്ങൾക്കുള്ള കോംപ്ലിമെന്റ് വിതരണം. വാർഷിക യോഗത്തിൽ കരിമ്പൻ, മുരിക്കാശ്ശേരി, മേലേച്ചിന്നാർ, വലിയ തോവാള, പുറ്റടി എന്നീ HMGA യൂണിറ്റ് പ്രസിഡന്റുമാർ സംസാരിക്കും. HMGA അംഗങ്ങളുടെ മക്കളിൽ SSLC, +2 പരീക്ഷകളിൽ ഫുൾ A+ വാങ്ങിയവരെയും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച വിജയം കൈവരിച്ചവരെയും ചടങ്ങിൽ ആദരിക്കും. വാർത്താ സമ്മേളനത്തിൽ HMGA പ്രസിഡന്റ് ബിജു മാധവൻ, ട്രഷറർ ലൂക്ക ജോസഫ്, നോബി ജോസഫ്, ബെന്നി CP, KB രാജേഷ്, മനോജ് എബ്രഹാം എന്നിവർ പങ്കെടുത്തു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.